കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. വന്യമൃഗശല്യത്തിനെതിരെ കോതമംഗലത്ത് വ്യത്യസ്ത പ്രതിഷേധവുമായി ഗ്രീൻ വിഷൻ കേരള. പുന്നേക്കാട് കവലിൽ മുട്ടുകുത്തി പ്രതിഷേധിച്ചു. കോതമംഗലം താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ അതിരൂക്ഷമായി വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യത്തിനെതിരെ ഗ്രീൻ വിഷൻ കേരളയുടെ നേതൃത്വത്തിൽ പുന്നേക്കാട് കവലിൽ മുട്ടുകുത്തി പ്രതിഷേധിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുന്നേക്കാട് യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് മെമ്പർ ബിന്ദു പൗലോസ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ സന്ധ്യാസമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു രോഗാവസ്ഥയിൽ കിടന്ന വ്യക്തിയെ പോലും ഈ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് ഒരു ഓട്ടോറിക്ഷകളോ ഒരു വണ്ടിയോ കടന്നു ചെല്ലുകയില്ല. അതുപോലെ തന്നെ ആ പ്രദേശത്തിൽ കടന്നു പോകുന്ന വഴികളിൽ ലൈറ്റ് ഇല്ലാത്ത അവസ്ഥ, വളരെ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ വാർഡിലുള്ളത്. അതുകൊണ്ട് നമ്മൾ കീരമ്പാറ പഞ്ചായത്തിലുള്ള ഓരോ ആളുകളോടും ഞാൻ അപേക്ഷിക്കുകയാണ്, നമ്മളെല്ലാവരും ഏത് സംഘടനയാണോ, ഏത് പാർട്ടിയാണോ, ഏത് മതത്തിലുള്ളവരാണോ ഇവിടെ സമര പരിപാടികൾ നടത്തുന്നതെന്ന് നോക്കി നിൽക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടോടെ ഒരു മനസ്സോടെ നിന്നുകൊണ്ട് ഈ സമര പരിപാടികൾ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ കഴിയാത്ത സർക്കാരിന് മുന്നിൽ മുട്ടുമടക്കി അപേക്ഷിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ഇഞ്ചത്തൊട്ടിയുമായി ബന്ധപ്പെട്ട് 10-12 ആനകൾ ദൈനംദിനം വിരയിക്കുന്നത് ആരാ തിരിഞ്ഞു നോക്കുന്നത്? ഇവിടെ ആറാട്ടി ടീമുണ്ടെന്ന് പറയുന്നു. അവരെന്താണ്? ആന വന്നൊരുത്തിനെ കുത്തിക്കൊന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആന വന്നൊരുത്തിന്റെ പറമ്പിൽ നശിപ്പിച്ചു കഴിയുമ്പോൾ അതിനുശേഷം വിളിക്കുമ്പോൾ അവർ പതുക്കെ ആടിത്തൂങ്ങി വരും. ആടിത്തൂങ്ങി വന്ന് എന്താ സംഭവിച്ചത് നോക്കിയിട്ട് പോകും. ഇതിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ വെച്ചിരിക്കുന്നത്? അവർ ആടിത്തൂങ്ങി പോകുകയല്ലാതെ അതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും സ്വീകരിക്കാറില്ല. ഗ്രീൻ വിഷൻ കേരള റീജിയണൽ പ്രസിഡന്റ് മാത്യൂസ് നിരവത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് മുഖ്യപ്രഭാഷണവും ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആമുഖ പ്രസംഗവും നടത്തി. ജോൺസൺ കടുകപ്പെള്ളിൽ, BJ മത്തായി കുഞ്ഞ്, ജോസഫ് ആന്റണി, ബിജു വെട്ടിക്കുഴ, മാർട്ടിൻ കീഴേമാടൻ, ജയൻ പോൾ, ജോളി ഐസക്, കുര്യൻ കോതമംഗലം, ജോയി പനിക്കൽ, AT ലൈജു, സജി തെക്കേക്കര, ജിജു വർഗീസ്, ജോസ് കൈതമന എന്നിവർ പ്രസംഗിച്ചു. പ്രതിഷേധങ്ങൾ കൊണ്ട് പരിഹാരം ലഭിച്ചില്ലെങ്കിൽ വിവിധ സംഘടനകളുമായി സഹകരിച്ച് കേരളത്തിലുടനീളം ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.